ഇല്ല, അവന്റെ വീട്ടുകാർക്കൊന്നും കുഴപ്പമില്ല. രണ്ടു കൂട്ടരും കൂടി തീരുമാനിച്ചെടുത്ത് തന്നെയാണ് ചെറുതായിട്ട് കല്യാണം മതി എന്നുള്ളത്. അത് പള്ളിക്കല് നിക്കാഹ് വെച്ചിങ്ങാണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടാവാന്ന് വെച്ചത്. ആയിഷോ, ഇന്റെ ആള് ഇവിടെ നിൽക്കാണ്. ആദ്യം ഇറങ്ങാനയക്കണേ. അവരത് തിരക്ക് കൂട്ടണ്. ആ വന്ന കൂട്ടർക്കൊന്നും ഒരു മുഖത്തിനൊരു തെളിച്ചില്ല കേട്ടോ. എനിക്ക് തോന്നണിപ്പോൾ കല്യാണ ഡ്രസ്സൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാന്നുള്ളത്. ഇച്ചിങ്ങോട്ട് വന്നൂടെ? അതെ വരണേ. എല്ലാം മുത്തമ്മ, അവ ഇവിടെ അവ ആദ്യൻ്റെ അടുത്തുണ്ട്. അങ്ങോട്ട് വന്നൂടെ? നിങ്ങളങ്ങോട്ട് ചെല്ലേ, ഞാൻ അത് വരണേ. ആ ആ പിന്നെ ആയിഷോ, ഞാൻ പെണ്ണിൻ്റെ അടുത്ത് വന്നുകാണ്ടേ എൻ്റെ കണ്ണും മൂറും ചോപ്പിക്കാൻ നിൽക്കണ്ടട്ടാ. അല്ലെങ്കിലോ എൻ്റെ മകളെ ഏതോനൊരു വാദം എന്ന് പറഞ്ഞമാരിക്കേ എന്തെങ്കിലും ഒരു ഏത് കിട്ടാൻ കാത്തിക്കാണ്. അങ്ങോട്ട് വന്നൂടെ? ഞാനിപ്പോൾ വരാട്ടോ. ഞാൻ പെണ്ണിൻ്റെ അടുത്ത് കണ്ട് ചെല്ലട്ടെ. ഒരേ ഇറങ്ങാൻ വേണ്ടിയിട്ടേ കുറേ നേരമായി തോന്നണ്. ധൃതി കൂട്ടണ്. വലിയ കല്യാണമൊന്നും ഇല്ലാത്തതല്ലേ, ചിലപ്പോൾ ഓരവിടെ വലിയ കല്യാണം ഉണ്ടാവും. ഇവിടെ നിൽക്കിട്ടോ. പടച്ചോനെ, എന്ത് ചൂടാണ് എൻ്റെ പൊന്നു. ആദ്യം ഈ ഒന്ന് പെട്ടെന്ന് ഇവിടുന്ന് പെണ്ണിറങ്ങി പോവുക. എന്നിട്ട് വേണടി എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് അയച്ചിടാൻ. ഇതൊക്കെ പാടിട്ടിട്ടേ എനിക്ക് എന്തോ പോലെ. ഉമ്മാൻ്റെ മാക്സി ഇട്ടിട്ടേ നല്ല ഫ്രീ ആയിട്ട് നടക്കണം. ഇമ്മ അവിടെ ആവുക. മൂത്തമ്മ വിളിക്കാൻ വയ്ക്കണം. ഉമ്മാനെപ്പോൾ വരും. ആദ്യം എനിക്ക് ടെൻഷൻ ഉണ്ടാ? ഇല്ല മോളെ, ഇക്കേ നല്ല സന്തോഷമാണ്. ഇങ്ങളൊക്കെ വിട്ടു പോകുമ്പോഴേ എനിക്ക് സന്തോഷമാണല്ലോ ഉണ്ടാവുക. ഉള്ളൊരു ചോദ്യം. മോളെ ആദ്യം വായോ, എൻ്റെ വീട്ടുകാരെ ഇറങ്ങാൻ വേണ്ടി ധൃതി കൂട്ടുന്നുണ്ട്. വായോ. ആ പിന്നെ മോളെ, അഫ്സലിൻ്റെ അഞ്ചത്തി ഉണ്ടല്ലോ, കുറച്ച് കുറുമ്പുള്ള കൂട്ടത്തിലാ തോന്നണത്. അതേ സംസാരിക്കുമ്പോഴേ കുറച്ച് ഗൗരവത്തിലൊക്കെയാണ് സംസാരിക്കണത്. നേരം വൈകി വേഗം ഇറങ്ങാൻ മാറി അതിനൊക്കെ കുറച്ച് ഗൗരവത്തിലാണ് സംസാരിക്കണത്. ഇനി ഇമ്മാൻ്റെ തോന്നലാണോന്ന് അറിയില്ല. എന്താണെങ്കിൽ ഇമ്മാൻ്റെ കുട്ടിയെ കണ്ടില്ല കേട്ടില്ല വെച്ചിട്ടൊക്കെ കണ്ണടച്ച് അവിടെ നിൽക്കണം കേട്ടോ. മനസ്സിലായില്ലേ? എൻ്റെ കുട്ടിൻ്റെ ഒരു ജീവിതം തന്നെ അങ്ങനെ തകർന്നതാണ്. ഈ ജീവിതം കൂടി മനസ്സിലായില്ല എൻ്റെ കുട്ടിക്ക്. ഇമ്മ കൂടുതലൊന്നും പറഞ്ഞു തരണ്ടല്ല. ആ ഉമ്മ, ഇക്കറിയാം എല്ലാ കാര്യങ്ങളും. ഈ ആദ്യം ഉമ്മാക്ക് അറിയില്ലേ? ആ എൻ്റെ കുട്ടീൻ്റെ ഉമ്മാക്ക് അറിയാം. ഇമ്മ പറഞ്ഞു തന്നെ ഉള്ളൂ. ഇമ്മാക്ക് അറിയാത്തേ ആദിൻ്റെ വേറൊരു സ്വഭാവേ ഇക്കറിയമ്മ. ആയിഷോ, ഈ ഉമ്മാൻ്റെ മക്കളെ വർത്താനം തീരൂലല്ലോ. എവിടെ ആദി ഇങ്ങോട്ട് ഇറങ്ങാൻ പറയേ. ഐറ്റങ്ങളതവിടെ കാത്തു നിൽക്കണേ. ആ ഇറങ്ങി മൂത്തമ്മ. വായോ, ഒരു വിളിക്കണ്ട്. ആ അവ മോളെയും കൂട്ടിക്കൊണ്ട് വായോ. മോളെ അവ ഞാൻ ഇല്ല കരുതിയിട്ടേ വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകരുതിട്ടാ. പിന്നെ ഉമ്മാനെ സങ്കടപ്പെടുത്തും ചെയ്യരുതിട്ട മോളെ. തുടത്തിയവള്. എൻ്റെ പൊന്നു ആദ്യം എൻ്റെ അഫ്സൽ അന്നെ കുറേ നേരമായിട്ടേ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒന്ന് പോയി തരുമോ എന്നൊക്കെ നല്ല സമാധാനം ഉണ്ടായിരുന്നു. അവളുടെ ഒരു ഉപദേശം. ഓ ആ പിന്നെ ആദ്യം അവിടെ ചെന്ന പാടേ ഇന്നെ അങ്ങോട്ട് മറക്കാൻ നിൽക്കരുതിട്ടാ. എനിക്ക് പുതിയ അനിയത്തിനെ കിട്ടും, അഫ്സലിനെ കിട്ടും, ഉമ്മാനെ കിട്ടും. അത് കരുതിയിട്ട് ഇന്നെ അങ്ങോട്ട് മറക്കാൻ നിൽക്കരുതിട്ടാ. ദിവസം രാവിലെ എനിക്ക് ഈ വിളിച്ചാണ്ട് പിന്നെ മാസത്തിലെ ഒരാഴ്ച എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം കേട്ടാ. അഫ്സലിനോട് ഇപ്പം തന്നെ പറഞ്ഞാണ്ട് എൻ്റെ അടുത്ത് വന്ന് നിർത്തണം എന്നുള്ളത്. പിന്നെ ഒന്നുമില്ല. ഇപ്പോൾ പോവാൻ നോക്ക്. എൻ്റെ നാത്തൂനൊന്ന് ശ്രദ്ധിച്ചോ? അവൾക്കേ എന്നോട് എന്തോ ഒരു പെരുമാറ്റം കണ്ടിട്ടേ എന്നോട് എന്തോ ഒരു ഇഷ്ടക്കുറവ് പോലെ ഉണ്ട്. അപ്പം ഈ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. അതൊക്കെ തോന്നി മോളെ. അവരെ കാക്കാൻ്റെ കല്യാണേ ഇങ്ങനെ ഒന്നും ആവില്ല പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടായിരിക്കും. അതും ശരിയാണ് ഈ പറഞ്ഞത്. ആദ്യം ശ്രദ്ധിച്ചോണേ. ഈ കുട്ടികളത് ആദ്യം കഴിഞ്ഞില്ലേ ഏട്ടത്തിൻ്റെ അഞ്ചത്തിൻ്റെ വർത്താനം. എൻ്റെ നാത്തും കുട്ടിയതാ അവിടെ കിടന്നുകാണ്ട് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നു. പോവാന്ന് അറിഞ്ഞിട്ട് കൊണ്ട് വായോ, വെറുപ്പിക്കണ്ട. ഇല്ലെങ്കിലോ നമ്മളെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഒരിക്കൽ ഇനി പറയാനുണ്ടാവും. എൻ്റെ പിടിവാശി ഇതൊക്കെ കാരണം ഇനി കൂടുതൽ വെറുപ്പിക്കണ്ട. അങ്ങോട്ട് വന്നൂടെ. പിന്നെ ഇപ്പം എന്താ
പിന്നൊന്നുമില്ല, ഈ പോവാൻ നിൽക്ക്. ഇനി കൂടുതലൊന്നുണ്ടെങ്കിൽ വെറുതെ ഞാൻ കരഞ്ഞു പോകും. കരഞ്ഞിട്ടേ ഇന്നെ കരയിപ്പിച്ചിട്ടേ എനിക്കിൻ്റെ മേക്കപ്പ് കളയാനല്ല. ചെല്ലാൻ നോക്ക്, ഞാൻ പൊയ്ക്കോ. അഫ്സൽ കുറേ നേരമായി അവിടെ വെയിറ്റ് ചെയ്യണം. പൊയ്ക്കോ ആദ്യ. മൂത്തമ്മ, ഞാൻ പോയിട്ട് വരാം. മോളെ സന്തോഷമായിട്ട് പോയിട്ട് വായോ. മൂത്തമ്മക്ക് ഒരു കാര്യം മാത്രം മോളോട് പറയാനുള്ളൂ. എന്ത് കണ്ടാലും കേട്ടാലേ മിണ്ടാതെ നിൽക്കണം. എടുത്തോ പിടിച്ചോ വെച്ചിട്ടേ ഒന്നും ആലോചിക്കാതെ വർത്താനം പറയാൻ നിൽക്കരുത് കേട്ടോ. അഫ്സലിൻ്റെ സ്വഭാവമാവില്ല അവൻ്റെ പെങ്ങൾക്ക്, പെങ്ങളെ സ്വഭാവമാവില്ല ഉമ്മാക്ക്, ഉമ്മാൻ്റെ സ്വഭാവമാവില്ല ഉപ്പാക്ക്. അപ്പം എല്ലാതും കണ്ടും കേട്ടും സഹിച്ചിട്ട് വേണം എൻ്റെ കുട്ടി നിൽക്കാൻ. മനസ്സിലായില്ലേ? ഉമ്മാൻ്റെ കുട്ടി ചെല്ലി. പിന്നെ കൂടുതലൊന്നും മൂത്തമ്മ എന്നോട് പറഞ്ഞു തരണില്ല. എന്നോടൊന്നും പറഞ്ഞു തരണ്ടെന്ന് മൂത്തമ്മക്കറിയാം. എല്ലേതും ചിന്തിച്ച് പെരുമാറാളെ ബുദ്ധി എൻ്റെ കുട്ടിക്കുണ്ട് എന്നറിയാം. ചെല്ലി, ഒരു കുറേ നേരമായി കാത്തു നിൽക്കണം. നമ്മൾ വലിയ കല്യാണമൊന്നും ഇല്ലാത്തതല്ലേ. ചെല്ലി, നമ്മളിവിടെ വലിയ കല്യാണമായി കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അഫ്സലിൻ്റെ പെരക്കാരെ രാത്രി ഇനി പറയാൻ പറ്റൂല. ഇപ്പോൾ റിസപ്ഷന് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കേൾക്കുണ്ടാവും. അതാണ് തോന്നുന്നത് അവരിങ്ങനെ ധൃതി കൂട്ടുന്നത്. എന്തായാലും ചെല്ല്. ഭദ്രങ്ങളെ, എൻ്റെ കുട്ടിൻ്റെ ജീവിതം ഇനി കണ്ണീരിലായി തരുതേ. ആരും കാണാനില്ലല്ലോ ഇവിടെ. മോളെ, ഡ്രസ്സൊന്നും മാറിയിട്ടിട്ടില്ലേ? അതേ ഇരിപ്പിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഇരുന്നുങ്ങാണ്ടേ ബോറടിച്ചോ? ഇല്ല മോള് നാളെ ഒന്ന് മേലൊക്കെ കഴുകിങ്ങാണ്ട് ആ ഡ്രസ്സൊക്കെ ഒന്നുകൊണ്ട് മാറ്റിയിട്ടാളാ. ഇനിയിപ്പോൾ അത് മാറ്റിയിടാൻ ഒരാളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സാരിയോ അല്ലെങ്കിൽ ഇപ്പൊ പുതിയ എണ്ണങ്ങൾ ഇടണ അങ്ങനത്തെ വലിയ ഡ്രസ്സൊന്നും അല്ലല്ലോ. സാധാ ഒരു ചുരിദാറല്ല, അത് മോൾക്ക് തന്നെ അങ്ങോട്ട് മാറ്റിയിടാല. മുല്ലപ്പൂ വേണ്ട, ഒരുക്കാനം വേണ്ട, ഒന്നും വേണ്ടാന്നേ മോളെന്നല്ലേ തീരുമാനിച്ചത്. ഞങ്ങൾ അഫ്സലിന്റെ കല്യാണേ ഇങ്ങനൊന്നും കേൾക്കാനേ ഇനിയില്ല ഞങ്ങളെ ആഗ്രഹം. എന്ത് ചെയ്യാനാ, ഇതായിരിക്കും ഓൻ്റെ വിധി. മോളിങ്ങനെ ഇവിടെ ഇരിക്കാതെ അങ്ങോട്ട് അടുക്കളയിലൊക്കെ ഒന്ന് വരാൻ നോക്ക്. റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്താണ്? അഫ്സലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരുള്ളൂ. പിന്നെ വിരുന്നേരൊന്നും ഇല്ല, എല്ലാവരും പോയിക്കണ്. അല്ലെങ്കിലും അധികം വിരുന്നേരൊന്നും വന്നിട്ടില്ല. കല്യാണം അങ്ങനെ വലുതാക്കി കഴിച്ചിട്ടും ഇല്ലല്ല. എൻ്റെ 2 അനിയത്തിമാർ മാത്രം വന്നിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. വേറെ ആർക്കും അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അഫ്സലിൻ്റെ ഓരോരോ വാശികളെ. മോളാ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടിട്ടേ അങ്ങോട്ടൊക്കെ ഒന്ന് പോരെ, ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട. പഠിച്ചോനെ, ഈ ഇമ്മെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? അപ്പം ആർക്കും ഈ കല്യാണത്തിന് താല്പര്യം ഉണ്ടായിട്ടില്ല. റബ്ബേ, വീണ്ടും എൻ്റെ ജീവിതം. ഹലോ ആദി, താനൊറ്റയ്ക്കെത്തും ബോറടിച്ചോടാ? ഏയ് ഇല്ലക്കാ. പിന്നെക്കാ, നമ്മളീ കല്യാണത്തിന് ഇവിടെ എല്ലാവർക്കും സമ്മതം തന്നെ ആയിരുന്നില്ലേ? പിന്നെ എനിക്ക് സമ്മതല്ലാതെ ഇവിടെ തൻ്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ? അല്ല, ഞാൻ ചോദിച്ചു തന്നെ ഉള്ളൂ. ആദി, ഞാനൊന്ന് പുറത്തു പോയി വരാം. എൻ്റെ 1-2 ഫ്രണ്ട്സിനൊന്നും കാണാണ്ട്. പിന്നെക്കാ, നിങ്ങളെ പോക്ക് നീട്ടാൻ പറ്റൂല. നാളെ തന്നെ പോണോ? ഇല്ല ആദി, താൻ ടെൻഷൻ ആവാതെ. ഞാനൊരു 3 മാസം കൊണ്ട് നാട്ടിലെത്തും. എടോ, ഞാനിപ്പോൾ വരാട്ടോ. പഠിച്ചോനെ, ഈ വീട്ടിലെ ജീവിതം എന്തായിരിക്കും? അല്ലേ,
ഇത്രയും നേരമായിട്ട് ഈ പെൺകുട്ടി എന്താ അടുക്കളയൊക്കെ കയറി വരാത്തത്? ഇത് ഫസ്റ്റത്തെ കെട്ടൊന്നല്ലല്ലോ, രണ്ടാമത്തെ കെട്ടല്ലേ. ഇത് റൂമിൽ ഇങ്ങനെ കെട്ടിൻ്റെ കൂടെ ഇരിക്കണം എന്നുണ്ടോ പറഞ്ഞമായിരിക്കും. എൻ്റെ മകനാണെങ്കിൽ ഒരു പെൺകോന്തനാണേനും. എത്ര പറഞ്ഞ് എൻ്റെ കുട്ടിനോട് അതിനെ കെട്ടണ്ട നീ അവനോട് ഒലക്കമലത്ത് പ്രേമം വെച്ച് നടക്കല്ലേ. അത് രണ്ടാം കെട്ടിനെ കണ്ടുള്ളൂ പ്രേമിക്കാൻ. ഉമ്മ ഓ വന്നോ തമ്പ്രാട്ടി. ആ മോളെ എണീറ്റോ? മോൾ ഈ നേരത്തെ തന്നെയാണോ വീട്ടിൽ എണീക്കാറ്? അല്ല, ഞാനൊരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുമ്മ. ആ ഇത്രയും നേരം വൈകിട്ടോ? ഇവിടെ ഇതൊന്നും നടക്കൂലട്ടോ മോളെ. ഇവിടെ അഫ്സലിന്റെ ഉപ്പാക്കേ 4 മണിയാകുമ്പോൾ എണീക്കണം. ഇന്നിപ്പോ ഏതായാലേ ഇങ്ങനെ പോട്ടെ. നാളെ മുതൽക്കേ 4 മണിക്ക് തന്നെ മോള് എണീറ്റോണ്ടിട്ടോ. എന്നിട്ടേ 10 മണിയാകുമ്പോത്തിന് ഈ വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്ത് തീർത്താണ്ടി. ഇനിയിപ്പോ മോള് ചെയ്യല്ല എല്ലാ ജോലിയും. ഇക്കെന്തായാലും ഇഞ്ഞൊന്നേ വെറുതെ ഇരിക്കണം. ഇത്രയും കാലേ ഞാൻ തന്നെ നീ അടുക്കളയിൽ കിടന്നുകാണ്ട് പെടാപാട് പെട്ടിരുന്നത്. ഇനിയിപ്പോ മോള് വന്നീലേ, ഇനിയിപ്പോ കുറച്ചു കാലത്തിന് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അല്ല മോളെ, അഫ്സൽ മോൻ എണീറ്റില്ലേ? ഇല്ല, ഇക്ക എണീറ്റിട്ടില്ല. ഇന്നിപ്പോ എന്താ എന്നുമില്ലാത്തൊരു ഉറക്കം? അല്ലെങ്കിൽ 5 മണിയാകുമ്പോ നിസ്കരിക്കാനൊക്കെ എണീക്കണാണാലാ. സുബഹി നിസ്കാരമൊക്കെ ഒന്ന് തെറ്റിച്ചോ? അല്ല ആ പതിവൊക്കെ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കിയോ നീ? അല്ല ഇനിയിപ്പോ പോവാനുള്ള പെട്ടിയൊക്കെ അവന് ഒരുക്കി വെച്ചിക്കണ? ഇനിയിപ്പോ ഈ നേരത്തെ എണീറ്റിങ്ങാണ്ട് എപ്പോ ഒരുക്കി വെക്കാനാണ്? അതൊക്കെ നല്ല റെഡി ആക്കിക്കണോ? ഇന്നലെ രാത്രിയൊക്കെ റെഡിയാക്കി. ഇമ്മ ഞാൻ എന്തെങ്കിലും ചെയ്യണോ? പിന്നെ ചെയ്യാതെ. ഇനിയിപ്പോ ഈ പോരത്തെ എല്ലാ പണിയും മോളനല്ലേ ചെയ്യേണ്ടത്. 7 മണിയാകുമ്പോത്തിന് ഇവിടുത്തെ ഉപ്പാക്ക് ടേബിൾ മേലെ ചായയും കടിയും ഒക്കെ ആവണം. അവിടെ നിരന്നിരിക്കണം. 7 മണീന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും മൂപ്പരാൾക്ക് തെറ്റാൻ പാടില്ല. അപ്പം ആൾക്ക് ദേഷ്യം കയറും. പിന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് എറിയും. അപ്പം മോൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? ഇനി മോള് ചെയ്യണോന്ന് ചോദിക്കണ്ട. ഈ പെരയത്തെ എല്ലാ പണിയും മോളെന്നെ ചെയ്യേണ്ടത്. മോളും കൂടി പെരല്ലേ. എന്നാ വേഗേ ചെയ്യാൻ നോക്ക്. ഞാനേ കുഞ്ഞോളെ എണീറ്റോ നോക്കട്ടെ പോയിട്ട്. പഠിച്ചോനെ, 4 മണിയാകുമ്പോൾ എണീക്കേ. ഇതെന്താ ഇങ്ങനൊക്കെ?